ഭഗവാൻ കൃഷ്ണനെ സത്യഭാമ തുലാഭാരം നടത്തിയ കഥ അറിയാമോ? ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ ദേവലോകത്തുനിന്ന് പാരിജാത വൃക്ഷം ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അത് രുക്മിണിക്ക് സമ്മാനിച്ചു. സത്യഭാമയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ പരിഭവം. ഭഗവാന്റെ പത്നിമാരിൽ ഏറ്റവും ഭംഗിയുള്ള ഞാൻ ഇവിടെ ഇരുന്നിട്ട് കൃഷ്ണൻ എനിക്ക് തരാതെ മറ്റേയാൾക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാവരേക്കാളും സത്യഭാമക്കാണ് കൃഷ്ണനോട് സ്നേഹം എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനായി സത്യഭാമ ഒരു വ്രതം എടുക്കാൻ തീരുമാനിക്കുന്നു. ആ വ്രതം കഴിയുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം മഹാത്മാക്കൾക്ക് ദാനം ചെയ്യണം. അപ്പോഴാണ് നാരദ മഹർഷി ആ വഴി പോകുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു വ്രതമെടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം എന്തെങ്കിലും ദാനം ചെയ്യണം. ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യാമെന്നാണ് കരുതുന്നത്. ഞാൻ അങ്ങേക്ക് ദാനം തരുന്നത് എന്റെ ഭർത്താവായിട്ടുള്ള കൃഷ്ണനെയാണ്. പക്ഷേ കൃഷ്ണനെ എനിക്ക് തിരിച്ചു വേണം. അതിനൊരു വ്യവസ്ഥ ഞാൻ പറയാം. കൃഷ്ണനെ ഞാൻ ഒരു തട്ടിലിരുത്തും. ഇപ്പുറത്തെ തട്ടിൽ ഞാൻ എന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് സമർപ്പിക്കും. അങ്ങനെ തുലാഭാരം നടത്തി ഞാൻ കൃഷ്ണനെ തിരിച്ചെടുത്തോളാം. എന്റെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഞാൻ കൃഷ്ണന് വേണ്ടി ത്യജിക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ മനസ്സിലാകും എന്റെ സ്നേഹം. അങ്ങനെ സത്യഭാമ വ്രതം തുടങ്ങി. വ്രതം അവസാനിപ്പിക്കേണ്ട സമയമായി. കൃഷ്ണനോട് പറഞ്ഞ് ഞാൻ അങ്ങേ ദാനം ചെയ്യാൻ പോവാണെന്ന്. ഇത് കേട്ട് രുക്മിണിക്കും മറ്റു ഭാര്യമാർക്കും ദേഷ്യം വന്നു. ആരാണ് ഇവൾക്ക് ഇതിനുള്ള അധികാരം കൊടുത്തത്? ഞങ്ങളുടെയും ഭർത്താവ് അല്ലേ? അങ്ങനെ അങ്ങോട്ട് ദാനം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ ഒന്നും പറയാതെ ചിരിച്ചു നിന്നു. അങ്ങനെ കൃഷ്ണനെ നാരദർക്ക് കൊടുത്തു. ഇനി തിരിച്ചെടുക്കാനുള്ള സമയമാണ്. ഒരു തുലാഭാര തട്ട് കൊണ്ടുവന്നു. ഭഗവാനെ ഒരു തട്ടിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് അപ്പുറത്തെ തട്ടിൽ എന്തൊക്കെ ആഭരണങ്ങൾ സത്യഭാമക്കുണ്ടോ ആ ആഭരണങ്ങൾ ഒക്കെ തന്നെ ആ തട്ടിന്റെ മുകളിൽ വെച്ചു. എന്നിട്ടും കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് ഒരു ചെറിയ തരി പോലും മുകളിലേക്ക് പൊന്തിയില്ല. ഭഗവാന്റെ ഭാരത്തിനേക്കാൾ എത്രയോ ഇരട്ടി ഭാരം ഉള്ള സ്വർണം അപ്പുറത്ത് വെച്ചിട്ടും മുകളിലേക്ക് പൊന്തിയില്ല. ദ്വാരകയിലുള്ള മുഴുവൻ സ്വർണവും കൊണ്ടുവരാൻ പറഞ്ഞു. അതൊക്കെ അട്ടിയായിട്ട് തുലാഭാര തട്ടിൽ വെച്ചു. അപ്പോഴാണ് സത്യഭാമയ്ക്ക് തന്റെ അബദ്ധം മനസ്സിലായത്. അപ്പോൾ നാരദർ പറഞ്ഞു, എന്തായാലും ഈ സാധനം പൊന്തിയില്ല. കിട്ടിയ പണയ ഉരുപ്പടിയായിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യഭാമയ്ക്ക് മനസ്സിലായത് ഇത് കാര്യമാണ്. സത്യഭാമ രുക്മിണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി. എന്റെ സ്നേഹമാണ് വലുതെന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് ഭഗവാന് തന്നെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ഭഗവാനെ വീണ്ടെടുക്കണം എന്ന് രുക്മിണിയോട് സത്യഭാമ അപേക്ഷിച്ചു. രുക്മിണി കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് പോയി. അവിടെ ഒരു തുളസി ചെടിയിൽ നിന്ന് കേവലം 3 തുളസിയില പറിച്ചെടുത്തു. ആ തുലാഭാരത്തട്ടിൽ കുന്നുകൂടി കിടക്കുന്ന ആ സ്വർണത്തിന്റെ മുകളിലേക്കായി ആ 3 ഇല തുളസി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രുക്മിണി ഇടുന്നു. ഉടനെ തന്നെ ഭഗവാന്റെ തട്ട് പൊന്തി വരുന്ന കാഴ്ചയാണ് കണ്ടത്. രുക്മിണി പറഞ്ഞു, കൃഷ്ണൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണ്, അല്ലാതെ സ്വർണമോ പണമോ അല്ല.